ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അതിന് വേണ്ട ലീഫ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ടി 2 ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. ആദ്യം മുട്ടപ്പണ്ടം റെഡിയാക്കി എടുക്കാനായിട്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, 2 ടീസ്പൂൺ പാൽ, പശുവിൻ്റെ പാൽ, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ലീഫ് റെഡിയാക്കിയത് സമൂസക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി അത് ഒന്ന് ഡിപ്പ് ചെയ്യാനുള്ള ഒരു എഗ്ഗിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 9 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 കപ്പ് പഞ്ചസാരയും, ഇനി ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലായാലും മതി, എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പണ്ടം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് കിസ്മിസാണ്. അതൊന്ന് റോസ്റ്റായി വരുമ്പം ഒന്ന് സൈഡിലേക്കാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ കുറച്ചൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി വൈറ്റ് കസ്കസ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്നും ചെറിയൊരു പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലെയറിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ നമ്മുടെ മുട്ടപ്പണ്ടൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ യൂസ് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുത്താൽ മതി. ഇനി ആദ്യം തന്നെ പ്ലെയിൻ ആയിട്ടൊരു ലീഫാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടപ്പണ്ടം വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു 12 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു അളവിലുള്ള ഫില്ലിംഗ് ഒക്കെ ആട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫൈനലി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ കസ്കസ്, ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്കി വന്ന ആ ഒരു എഗ് മിക്സ്ചർ അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വേവിച്ചെടുത്ത ഈ ചട്ടിപ്പത്തിരി നമ്മൾ ജസ്റ്റ് ഒരു പാനിലേക്കിട്ട് മറിച്ച് മറു സൈഡ് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ചട്ടിപ്പത്തിരി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്പ്പത്തലിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് അതിലേക്ക് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും പിന്നെ കുറച്ച് പുട്ടുകൂടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ, അതുപോലെ ബീഫ് വരട്ടിയത്, ചിക്കൻ തേങ്ങ അരച്ച കറി, തരിക്കഞ്ഞി, പിന്നെ ഒരു നെയ്ച്ചോറ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പലഹാരങ്ങൾ ബാക്കി സമൂസ, ഉന്നക്കായ, ഇറാനി പോള, ഇതെല്ലാം വീട്ടിൽ നിന്ന് ഉമ്മ, നാത്തൂമാർ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പണികളൊന്നുമില്ല, അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഒക്കെ തുറന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഹാപ്പി ആയിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. കുട്ടികളെല്ലാം റിലാക്സ് ആയിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ബ്രദറിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് ചെറിയൊരു കുട്ടി കേക്കൊക്കെ വാങ്ങി കുട്ടികൾക്കെല്ലാം ഒരു ഹാപ്പിയായി. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരണം എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.